നമസ്കാരം. ഫസ്റ്റ് സെമസ്റ്റർ BCAയുടെ കോംപ്ലിമെൻ്ററി പേപ്പറായിട്ടുള്ള BCA 1 C02 ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൻ്റെ ഒരു സെക്ഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോജിക്കാണ്, അതായത് ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്ഷനാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ലോസ് ഓഫ് ലോജിക്കാണ്, അതായത് നമ്മുടെ സാധാരണ ഉള്ള ലോജിക്കിൻ്റെ ലോസുകളെ കുറിച്ചിട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. സോ ലോസ് ഓഫ് ലോജിക്, ആ ലോസ് ഓഫ് ലോജിക്, അതായത് പ്രെഡിക്കേറ്റ് ലോജിക്കാണ് നമ്മൾ പറയുന്നത്. ലോസ് ഓഫ് ലോജിക്ക് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. അതിൻ്റെ കുറച്ച് പ്രോബ്ലംസും ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലോസ് ഓഫ് ലോജിക്ക് നമുക്ക് ഒരു സെറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 11 ലോസ് ഓഫ് ലോജിക്കാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ലോജിക്കലിൻ്റെ ലോസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കിവിടെ ആദ്യം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പറയുന്നത് ഐഡംപൊട്ടൻറ്റ് ലോ ആണ്. അതേതാണെന്നുള്ളത് ഞാൻ എഴുതാം. ഐഡംപൊട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡംപൊട്ടൻ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കണം അതിനോട് തന്നെ ഐഡംപൊട്ടൻ്റ്. എനിക്ക് ഐ എന്ന് പറയുന്ന ആദ്യത്തെ ഐഡംപൊട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ എന്നുള്ള രീതിയിൽ വിചാരിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും ഐഡംപൊട്ടൻ്റ് ലോ എഴുതാനായിട്ട്. ഐഡംപൊട്ടൻ്റ് ലോ പറയുന്നത് ഇതാണ്: പി ഓർ പി ഈസ് ഈക്വലൻ്റ് ടു പി ആൻഡ് നമ്മുടെ മറ്റേ ആൻഡ് ഓപ്പറേഷൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ പി ആൻഡ് പി ഈസ് ഈക്വലൻ്റ് ടു പി. ഇതാണ് ഐഡംപൊട്ടൻ്റ് ലോ. അപ്പോൾ നമ്മൾ ഐഡംപൊട്ടൻ്റ് എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ മാതിരി അതിനോട് തന്നെ എന്നുള്ള കൺസെപ്റ്റിൽ വിചാരിക്കണം. സോ പീനോട് തന്നെ കൺജങ്ഷനും ഡിസ്ജങ്ഷനും എടുത്തു കഴിഞ്ഞാൽ പി തന്നെ കിട്ടുന്നു. അതിനോട് തന്നെ ചെയ്യുമ്പോൾ അത് തന്നെ എന്നുള്ളതാണ് ഐഡംപൊട്ടൻ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതൊന്ന് ഓർത്തിരിക്കാൻ എളുപ്പം ഇതായിരിക്കും. സോ പി ഓർ പി ഈസ് ഈക്വലൻ ടു പി ആൻഡ് പി ഈസ് ഈക്വലൻ ടു പി ഇറ്റ് സെൽഫ്. അപ്പോൾ രണ്ടിൻ്റെയും ട്രൂത്ത് ടേബിൾ വരച്ചിട്ടോ നമുക്ക് മനസ്സിലാകും ഇത് രണ്ടും ഈക്വലൻ്റ് ആണെന്നുള്ളത്. നമ്മൾ പൊതുവേ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഈക്വലൻ്റ് ആണെന്ന് കാണിക്കാൻ ട്രൂത്ത് ടേബിൾ വരയ്ക്കാറാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ട്രൂത്ത് ടേബിൾ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പി ഓർ പിയും പി ആൻഡ് പിയും എന്ത് തന്നെയായിരിക്കും, പിയുടെ തന്നെ ടേബിളായിട്ട് തന്നെ കിട്ടും. സോ these two statements are equivalent. Similarly, these two statements are equivalent. ഇനി അടുത്തത് ഐഡൻറ്റിറ്റിയാണ്. ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മാറാതെ നമ്മളുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. അല്ലെങ്കിൽ വെറുതെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു എലമെൻ്റ് ആണ്, അതിനായിട്ട് വേറെ ഏത് എലമെൻ്റ് ഓപ്പറേറ്റ് ചെയ്താലും അത് തന്നെ കിട്ടുന്നു എന്നുള്ളതാണ് ഐഡൻറ്റിറ്റി. അതൊരിക്കലും മാറില്ല എന്നുള്ള രീതിയിലാണ്. സോ ഇവിടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ലോ ഇതാണ്: പി ആൻഡ് ട്രൂ, പിയും ട്രൂവും കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പി തന്നെ കിട്ടും. പി ഓർ എഫ് എന്ന് പറയുന്നത് പി തന്നെയാണ്. ഇതാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതായത് ട്രൂവിനോട് എന്ത് ആൻഡ് ഓപ്പറേഷൻ എടുത്താലും അതേ എലമെൻറ്റ് തന്നെ, അല്ലെങ്കിൽ അതേ ഈക്വലൻ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കിട്ടുന്നു. ഫോൾസിനോട് എന്ത് ഓർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കിട്ടുന്നു. ഇതാണ് ഐഡൻറ്റിറ്റി ലോ. ഇതിൻ്റെ ഐഡൻറ്റിറ്റി ലോയുടെ തന്നെ ഈ ആൻഡും ഓറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഡോമിനേഷൻ ലോ കിട്ടും. അതാണ് നെക്സ്റ്റ് ലോ. ഡോമിനേഷൻ ലോ ഇതാണ് പറയുന്നത്: പി ആൻഡ് എഫ് ഇസ് ഈക്വലൻ ടു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പി ഓർ ടി ഈസ് ഈക്വലൻ ടു ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. സോ ദാറ്റ് മീൻസ് അതെല്ലാം ഈക്വലൻ്റ് ആണ്. നമുക്ക് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ലോ ഏതായിരുന്നു? പി ആൻഡ് ട്രൂ. അതായത് ട്രൂവിനോട് ഏത് പി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അത് എന്ത് തന്നെയായിരിക്കും? പി തന്നെയായിരിക്കും. പി ഓർ ഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫോൾസോ അല്ലെങ്കിൽ പിയോ എന്നുള്ളത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും അത് പി തന്നെയായിരിക്കും. പക്ഷേ ഡോമിനേഷൻ ലോയിൽ അങ്ങനെയല്ല. പി ആൻഡ് എഫ്, അതായത് പിയും ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. വാട്ട് എവർ ബി ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഓർ വാട്ട് എവർ ബി ദ ട്രൂത്ത്നെസ് ഓർ value of the statement P, it will be always false. And whenever you have a statement P and you have a true statement, you will always get a true statement when you take or operation, because അതിൽ നമുക്ക് ഏതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിയുടെ ഓപ്പറേഷൻ അല്ലെങ്കിൽ പിയുടെ ട്രൂത്ത് വാല്യൂ ഏതായിക്കോട്ടെ നമുക്ക് ഫൈനലി കിട്ടുന്നത് ട്രൂ ആയിരിക്കും. ദാറ്റ് ഈസ് ദി ഡോമിനേഷൻ ലോ. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാക്കി എടുത്താൽ മാത്രം മതി. അതിൻ്റെ പേരും അതിനോട് കൂടെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ്, ഡബിൾ നെഗേഷൻ ലോ. ഡബിൾ നെഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ വീഡിൽ തന്നെയുണ്ട് രണ്ട് നെഗേഷനാണ്. അതായത് നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഈസ് നത്തിങ് ബട്ട് പി ഇറ്റ് സെൽഫ്.
അതായത് പിയുടെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ പിയുടെ ട്രൂത്ത് വാല്യൂ എന്തോ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, പിയുടെ ട്രൂത്ത് വാല്യൂ തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഈക്വലൻ ടു പി ഇറ്റ് സെൽഫ്. ദാറ്റ് ഈസ് ദ ഡബിൾ നെഗേഷൻ ലോ. ഓക്കെ, ഡബിൾ നെഗേഷൻ എന്ന് പറഞ്ഞാൽ നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഈസ് പി ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പോൾ 2 പ്രാവശ്യം നെഗേഷൻ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ പി ആയിട്ട് എഴുതാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലോയാണത്. നെക്സ്റ്റ് വി ഹാവ് ദ കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റിവിറ്റി എന്താണെന്നുള്ളത് നമ്മൾ സാധാരണ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന അതേ കമ്മ്യൂട്ടേറ്റിവിറ്റിയാണ്. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ ഇൻറ്റു ബി ഈക്വൽ ടു ബി ഇൻറ്റു എ എന്നൊക്കെ നമ്മൾ പറയുന്ന കമ്മ്യൂട്ടേറ്റിവിറ്റി ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ നമുക്കുള്ളത്. കമ്മ്യൂട്ടേറ്റീവ് ലോ ഇവിടെ പ്രെഡിക്കേറ്റ് ലോജിക്കിൽ പറയുന്ന കമ്മ്യൂട്ടേറ്റീവ് ലോ ഇതാണ്. പി ആൻഡ് ക്യൂ ഈസ് ഈക്വലൻ ടു ക്യൂ ആൻഡ് പി if you have 2 statements P as well as Q. നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇവിടെ ഉള്ളത്, പിയും ക്യൂവും. സോ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നതും ക്യൂ ആൻഡ് പി എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. അതുപോലെ തന്നെ പി ഓർ ക്യൂ എന്ന് പറയുന്നതും ക്യൂ ഓർ പി എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. അതാണ് നമ്മളുടെ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലൊക്കെ പറയുന്ന കമ്മ്യൂട്ടേറ്റീവ് ലോ തന്നെയാണ് നമുക്ക് പ്രെഡിക്കേറ്റ് ലോജിക്കിലും അതേ ലോ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സിമിലർലി വി ക്യാൻ സേ ദ അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോയും നമ്മൾ അഡീഷനിൽ നമ്മൾ പഠിക്കുന്നത് എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി എന്ന് നമ്മൾ പറയുന്ന അതേ ലോ തന്നെയാണ് ഇവിടെ ഉള്ളത്. പി ഓർ ക്യൂ ഓർ ആർ ഇസ് ഈക്വലൻറ്റ് ടു പി ഓർ ക്യൂ ഓർ ആർ. ആൻഡ് സിമിലർലി വി ക്യാൻ സേ ദാറ്റ് നമുക്കറിയാം ഈ ഒരു ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, അതാണ് ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് അക്കോർഡിംഗ് ടു ദി പ്രിഫറൻസ് ഓർഡർ ഓർ പ്രിസിഡൻസ് ഓർഡർ ഓഫ് ദി ഓപ്പറേഷൻ. സോ പി ഓർ ക്യൂ or R is equivalent to P or Q or R, and P and Q and R is equivalent to P and Q and R. So that means നമുക്ക് പിയും ക്യൂവും തമ്മിൽ ഓർ ഓപ്പറേഷൻ എടുത്തിട്ട് എന്നിട്ട് ആറിൻ്റെ ഓർ ഓപ്പറേഷൻ എടുത്താൽ മതി, അല്ലെങ്കിൽ ക്യൂ ആറും കൂടെയും ഓർ ഓപ്പറേഷൻ എടുത്തിട്ട് പിന്നോട് ഓർ ഓപ്പറേഷൻ എടുത്താൽ മതി. ദാറ്റ് മീൻസ് ഈ പ്രിസിഡൻസ് ഓർഡറിൽ നമുക്ക് വ്യത്യാസം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എന്താണ് അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇതൊക്കെ നമ്മൾ സാധാരണ പറയുന്ന പേരുകളിൽ നിന്നുള്ള ലോസ് തന്നെയാണ് ഈ കമ്മ്യൂട്ടേറ്റീവ് ലോയും അസോസിയേറ്റീവ് ലോയും നമ്മുടെ അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും ഉള്ള അതേ പേരിൽ തന്നെയാണ് ഉള്ളത്. നെക്സ്റ്റ് വി ഹാവ് ദ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. അസോസിയേറ്റീവ് ലോ പോലെ തന്നെ 3 സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. പി ഓർ ക്യൂ ആൻഡ് ആർ ഇസ് ഈക്വലൻറ്റ് ടു, നമുക്കിവിടെ 2 ഇതാണ് വരുന്നത്, ഇവിടെ ഓറും ഇവിടെ ആൻഡും ആണ് വരുന്നതെങ്കിൽ വി ക്യാൻ റൈറ്റ് പി ഓർ ക്യൂ ആൻഡ് പി ഓർ ആർ. സോ വി ക്യാൻ സേ ദാറ്റ് പി ഓർ ക്യൂ ആൻഡ് ആർ ഈസ് ഈക്വലൻ ടു പി ഓർ ക്യൂ ആൻഡ് പി ആൻഡ് ആർ. അതായത് ക്യൂ ആൻഡ് ആർ എടുത്തിട്ട് പിയുടെ ഓർ എടുക്കുന്നതിന് പകരം പിയുടെ ഓർ വിത്ത് ക്യൂ ആൻഡ് പിയുടെ ഓർ വിത്ത് ആർ എടുത്തിട്ട് അതിൻ്റെ 2 കൂടെ ആൻഡ് ഓപ്പറേഷൻ ചെയ്താൽ മതി. സിമിലർലി ഓറും ആൻഡും കൂടെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ളത് പി ആൻഡ് ക്യൂ ഓർ ആർ ഇസ് ഈക്വലൻറ്റ് ടു പി ആൻഡ് ക്യൂ ഓർ പി ആൻഡ് ആർ. സോ ദിസ് ഈസ് ദ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എ ഇൻറ്റു ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ ബി പ്ലസ് എ സി, ആ ഡിസ്ട്രിബ്യൂട്ടീവ് ലോയുടെ അതേ ഉദ്ദേശം തന്നെയാണ് നമുക്കിവിടെ ഉള്ളത്. പി ഓർ ക്യൂ ആൻഡ് ആർ ഈസ് ഈക്വലൻറ്റ് ടു പി ഓർ ക്യൂ ആൻഡ് പി ഓർ ആർ. പി ആൻഡ് ക്യൂ ഓർ ആർ ഈസ് ഈക്വലൻറ്റ് ടു പി ആൻഡ് ക്യൂ ഓർ പി ആൻഡ് ആർ. അതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് ദ കോംപ്ലിമെൻറ്റ് ലോ. കോംപ്ലിമെൻറ്റ് ലോയും ഇതേപോലെ വളരെ സിമ്പിളാണ്. പി ആൻഡ് നെഗേഷൻ പി എന്ന് പറയുന്നത് എപ്പോഴും ഫോൾസ് ആയിരിക്കും. ആൻഡ് പി ഓർ നെഗേഷൻ പി എന്ന് പറയുന്നത് എപ്പോഴും ട്രൂ ആയിരിക്കും. അതായത് പിയും നെഗേഷൻ പിയും രണ്ടും കൂടി ഒരു സമയത്ത് നടക്കില്ല. ഒന്നെങ്കിൽ മഴ പെയ്യും അല്ലെങ്കിൽ മഴ പെയ്യില്ല, പക്ഷേ രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ഒന്നെങ്കിൽ മഴ പെയ്യാം അല്ലെങ്കിൽ മഴ പെയ്യാതിരിക്കാം, അതെന്തായാലും സംഭവിക്കാം. അതിൽ ഏതെങ്കിലും ഒരെണ്ണം സംഭവിക്കുക എന്ന് പറയുന്നതാണ് ഓർ എന്ന് പറയുന്ന ഓപ്പറേഷൻ വച്ച് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഡിസ്ജങ്ഷനും കൺജങ്ഷനും വെച്ചിട്ടാണ് മിക്കതിലും നമുക്കിവിടെ പറയാനുള്ളത്. ഇതുപോലെ തന്നെ കോംപ്ലിമെൻറ്റ് ലോയിലുള്ള സിമ്പിളായിട്ടുള്ളത് നമുക്കറിയാവുന്ന കൺസെപ്റ്റാണ് നെഗേഷൻ ഓഫ് ട്രൂ ഈസ് ഈക്വലൻ ടു ഫോൾസ് ആൻഡ് നെഗേഷൻ ഓഫ് ഫോൾസ് ഈസ് ഈക്വലൻ ടു ട്രൂ. അത് ജസ്റ്റ് കോംപ്ലിമെൻറ്റിൻ്റെ ലോ മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ, പക്ഷേ ഇറ്റ് ഈസ് എ ട്രിവിയൽ തിങ്. ജസ്റ്റ് നമ്മൾ പറയുന്നു എന്നുള്ളൂ, കോംപ്ലിമെൻറ്റ് ലോയിൽ പറയുന്നു എന്നുള്ളൂ. നെക്സ്റ്റ് വി ഹാവ് ദ അബ്സോർപ്ഷൻ ലോ. അബ്സോർപ്ഷൻ ലോ എന്ന് പറയുന്നത് ഇതിൽ ശ്രദ്ധിക്കണം, ദാറ്റ് ഈസ് പി ഓർ പി ആൻഡ് ക്യൂ is equivalent to P. P or P and Q is equivalent to P. And we have P and
P or Q is equivalent to P. അതായത് നമുക്ക് പിയും പി ആൻഡ് ക്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓർ എടുക്കുന്നതിന് പകരം ഓർ എടുക്കാൻ നമുക്ക് പി തന്നെ എടുത്താൽ മതി. പി ആൻഡ് ക്യൂ, പി ഓർ ക്യൂവും പിയും ഉണ്ട്, അതിൻ്റെ ആൻഡ് എടുക്കുന്നതിന് പകരം അതെന്തായിട്ട് എടുത്താൽ മതി, പി തന്നെയായിട്ട് എടുത്താൽ മതി. ഈ എല്ലാ ലോജിക്കിൻ്റെ പ്രൂഫുകളും ലോസുകളും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും യൂസിങ് ട്രൂത്ത് ടേബിൾ. ട്രൂത്ത് ടേബിൾ കൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യാൻ സാധിക്കും. 2-3 തിയറംസുകളുടെ ട്രൂത്ത് വാല്യൂ അല്ലെങ്കിൽ ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ അറിയുന്നത് മാത്രം മതി നമുക്ക് പ്രെഡിക്കേറ്റ് ലോജിക്കിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഒന്നും തന്നിട്ടില്ലെങ്കിൽ പ്രെഡിക്കേറ്റ് ലോജിക്കിൻ്റെ ലോസ് വെച്ചിട്ട് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ലോസ് വെച്ചിട്ട് ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ട്രൂത്ത് ടേബിൾ എടുക്കാം. Next we have the famous De Morgan's law. De Morgan's law states that negation of P and Q or P or Q is equivalent to negation P and negation Q. അതായത് നമുക്ക് പി ആൻഡ് ക്യൂ അല്ലെങ്കിൽ പി ഓർ ക്യൂ, ഇതുപോലെ തന്നെ ആൻഡിൻ്റെയും ഞാൻ എഴുതാണ്. നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ ഈസ് ഇക്വലൻ്റ് ടു നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ. സോ പി ആൻഡ് ക്യൂ ഓർ പി ഓർ ക്യൂയുടെ നെഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗേഷൻ പിയും നെഗേഷൻ ക്യൂവും കൂടെ ആൻഡ് ഓപ്പറേഷനിൽ വരുന്നതാണ്. അതുപോലെ തന്നെ പി ആൻഡ് ക്യൂവിൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗേഷൻ പിയുടെയും നെഗേഷൻ ക്യൂവിൻ്റെയും ഓർ ഓപ്പറേഷനിൽ വരുന്നതാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലോ ആണ്. മിക്കവാറും നമ്മൾക്ക് പ്രൂവ് ചെയ്യാനുള്ള, അതായത് നെഗേഷൻ, നമ്മുടെ ലോസ് ഓഫ് ലോജിക്കിൽ നെഗേഷൻ വന്നിട്ടുള്ള ഏതൊരെണ്ണം പ്രൂവ് ചെയ്യാനും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ലോ ആണ് ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത്. സെറ്റ് തിയറിയിലൊക്കെ നമുക്ക് ഡി മോർഗൻസ് ലോ പണ്ട് പഠിക്കാനുണ്ടായിരുന്നു. അതുപോലെയൊക്കെ തന്നെ ഇരിക്കുന്നതാണ് ഏകദേശം ഈ ഡി മോർഗൻസ് ലോയും. വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ഫേമസ് ലോയാണ് ഡി മോർഗൻസ് ലോ. നെക്സ്റ്റ് വി ഹാവ് ദ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ കണ്ടീഷണൽ ഐഡൻറ്റിറ്റീസ്. കണ്ടീഷണൽ ഐഡൻറ്റിറ്റീസ് പറയുന്നത് P implies Q is same as negation P or Q, and P implies and implied by Q is equivalent to P implies Q and Q implies P. നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളുടെ കണ്ടീഷണൽ ഓപ്പറേഷൻസിനെ വച്ചിട്ടുള്ള, അതായത് കണ്ടീഷണൽ ഓപ്പറേഷൻസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലോയാണത്. നമുക്ക് ലോസ് ഓഫ് ലോജിക്, പ്രെഡിക്കേറ്റ് ലോജിക്കിൻ്റെ ലോസ് വെച്ചിട്ട് പ്രൂവ് ചെയ്യാനുള്ള എല്ലാ ഇംപ്ലിക്കേഷൻ ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഇത് വെച്ചിട്ട് ചെയ്യാൻ എന്തായാലും ഉണ്ടാകും. അപ്പോൾ ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഈ കണ്ടീഷണൽ ഐഡൻറ്റിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. P ഇംപ്ലൈസ് Q എന്ന് പറയുന്നതിന് നെഗേഷൻ P ഓർ Q എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് വളരെയധികം നല്ലപോലെ ശ്രദ്ധിച്ചോളണം. അത് മിക്കവാറും ഇംപ്ലിക്കേഷൻസ് വെച്ചിട്ടുള്ള പ്രൂഫിൽ മെയിനായിട്ട് വരുന്നത് ഇതാണ്. അതായത് ഇംപ്ലിക്കേഷൻസിനെയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നത് നെഗേഷൻ P ഓർ Q എന്ന് പറയുന്ന ഓപ്പറേഷൻ വെച്ചിട്ടാണ്. സോ ഇത്രയുമാണ് നമ്മൾക്ക് ലോസ് ഓഫ് ലോജിക്കിൽ പറയാനുള്ളത്. നമ്മൾ ഏതൊക്കെ ലോസൊക്കെയാണ് പറഞ്ഞതെന്നൊന്ന് ഓടിച്ച് നോക്കാം. ഐഡംപൊട്ടൻറ്റ് ലോ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഐഡൻറ്റിറ്റി ലോ നമ്മൾ പറഞ്ഞു, പിന്നെ ഡൊമിനേഷൻ ലോ നമ്മൾ പറഞ്ഞു, അതുപോലെ ഡബിൾ നെഗേഷൻ ലോ, negation of negation P is P. Next we have the commutative law and associative law, which is similar to addition and multiplications and all. We have the distributive law and complement laws. We also have the absorption law and famous De Morgan's law, which is very much famous and very much powerful. And also we have the conditional identities, which is applicable for the conditional statements, especially conditional and biconditional statements. സോ ഇത്രയും ലോസുകൾ കാണാണ്ട് നല്ലപോലെ പഠിച്ചോളണം. ഇതെല്ലാം പ്രൂവ് ചെയ്യാനും വളരെയധികം എളുപ്പമാണ്. ജസ്റ്റ് ട്രൂത്ത് ടേബിളുകൾ വരച്ചാൽ മതി. ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും ട്രൂത്ത് ടേബിളുകൾ വരയ്ക്കുക. ഈ ട്രൂത്ത് ടേബിളുകൾ സെയിം ആണ് എന്നുള്ളത് കാണിച്ചാൽ മാത്രം മതി. അതെന്തായാലും സെയിം ആയിട്ട് കിട്ടും. ചെയ്തു നോക്കുക. നമ്മൾ 2-3 പ്രോബ്ലംസുകൾ ട്രൂത്ത് ടേബിളിൻ്റെ പ്രോബ്ലംസുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കിയാൽ മാത്രമേ അതിനൊരു ഇത് വരുള്ളൂ. എല്ലാ ഐഡൻറ്റിറ്റീസും നമ്മൾക്ക് തറവാവാൻ വേണ്ടിയിട്ട് ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കണം. അത് കാണാപ്പാഠം പഠിക്കുകയോ നല്ലപോലെ എഴുതി പഠിക്കുകയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഠിക്കേണ്ടത് ആവശ്യമാണ്, അത്യാവശ്യമാണ്. ലോസ് ഓഫ് പ്രെഡിക്കേറ്റ് ലോജിക്കിൽ ആപ്ലിക്കേഷൻ ലെവലും അതുപോലെ തന്നെ ലോസായിട്ടും ചിലപ്പോൾ ചോദിക്കാറുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ്. സോ നമുക്കിനി 2-3 പ്രോബ്ലംസിലേക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് നെഗേഷൻ ഓഫ് P ഓർ നെഗേഷൻ P ആൻഡ് Q. സോ ഇതിവിടെ നമുക്ക് നെഗേഷൻ P ആൻഡ് Qൻ്റെ P
പിന് ഓർ എടുത്തിട്ട് അതിൻ്റെ നെഗേഷനും നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ ആർ ലോജിക്കലി ഈക്വലൻറ്റ് യൂസിങ് ദ ലോസ് ഓഫ് പ്രെഡിക്കേറ്റ് ലോജിക്. ഇതിങ്ങനെ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് നെഗേഷൻ ഓഫ് പി ഓർ നെഗേഷൻ പി ആൻഡ് ക്യൂയിൽ നിന്ന് നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. വി ഹാവ് ദ ലോസ് ഓഫ് ലോജിക്, ലോസ് ഓഫ് പ്രെഡിക്കേറ്റ് ലോജിക് നമുക്കുണ്ട്. അത് വെച്ചിട്ട് മാത്രം നമ്മൾ പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്താണ് നമ്മൾക്ക് ചെയ്യാനുള്ളത് എന്നുള്ളത്. സോ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നെഗേഷൻ ഓഫ് പി ഓർ നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ ആൻഡ് ക്യൂ. ഇതാണ് നമ്മുടെ തിയറമായിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, നെഗേഷൻ ഓഫ് പി ഓർ നെഗേഷൻ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൽ നിന്ന് നമുക്ക് എന്താക്കി കിട്ടണം? നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ ആയിട്ട് കിട്ടണം. സോ വി ക്യാൻ റൈറ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് ഈക്വലൻറ്റ് ടു, നമുക്ക് നെഗേഷൻ എന്ന് പറയുന്നത് ഉള്ളിലേക്ക് എടുക്കാം ആദ്യം തന്നെ. ഈ നെഗേഷൻ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്ത് കിട്ടും? നെഗേഷൻ പി വി ക്യാൻ അപ്ലൈ ഡി മോർഗൻസ് ലോ. നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ ആണ് ഇവിടെ വന്നേക്കുന്നത്. സോ നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ വരും. സോ നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഓർ ക്യൂ എന്നാണ് ഇതിനെ നമുക്ക് ഡി മോർഗൻസ് ലോയിൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ പറയാൻ സാധിക്കുക. വി ഹാവ് ദ ഡി മോർഗൻസ് ലോ. നമ്മൾ പറഞ്ഞിരുന്നു ഫേമസ് ലോ ആണ് ഡി മോർഗൻസ് ലോ. ആ ഡി മോർഗൻസ് ലോ വെച്ചിട്ട് നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും, നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഓർ ക്യൂ. സോ വി ക്യാൻ റീറൈറ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ആസ് നെഗേഷൻ പി ആൻഡ്, എഗെയിൻ ഇവിടെ എന്താണ്? നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഓർ ആൻഡ് ക്യൂ ആണ്. So negation of P and Q means negation P or negation Q. Again applying De Morgan's law, we have negation of negation P. So this is inside a bracket. Negation of negation P or negation Q എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുക. By applying again the De Morgan's law. De Morgan's law apply ചെയ്യുമ്പോൾ നമുക്ക് ഇത് തന്നെ കിട്ടും. ഇനി വീണ്ടും ഇതിനെ നമുക്ക് പ്രെഡിക്കേറ്റ് ലോജിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ലോസ് ഓഫ് ലോജിക് വെച്ചിട്ട് ഇതിനെ വീണ്ടും എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ നോക്കുകയാണ്. This is negation P and we have the double negation of negation P which is equal to P itself, അല്ലേ? P or negation Q എന്നാണ് നമുക്കിവിടെ കിട്ടുക, അല്ലേ? കാരണം negation of negation P എന്ന് പറയുന്നത് എന്താണ്? P തന്നെയാണ്. So we have the double negation here. We have the double negation theorem here. ഡബിൾ നെഗേഷൻ അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തും. അത് കഴിഞ്ഞ് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? വി ക്യാൻ റൈറ്റ് ദിസ് ആസ് we have the distributive law, negation P and P or Q എന്ന് പറയുന്നതാണ് ഉള്ളത്. സോ ഡിസ്ട്രിബ്യൂട്ടീവ് ലോയിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? നെഗേഷൻ P and P or negation P and negation Q. This is the distributive law. നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, നമ്മുടെ ലോസുകളൊക്കെ അതിൻ്റെ സൈഡിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് കാണാപ്പാടമാകും, ഇല്ലെങ്കിൽ അത് പഠിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ പ്രൂവുകളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏത് ലോ ആണെന്നുള്ളത് ഒന്ന് സൈഡിൽ എഴുതി വെച്ച് പോവുക. സോ വി ഹാവ് ദ നെഗേഷൻ പി ആൻഡ് പി ഓർ നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ എന്ന് പറയുന്നത്. ബട്ട് നമ്മളിത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നെഗേഷൻ പി ആൻഡ് പി, അതായത് സംഭവിക്കുന്നതും സംഭവിക്കാത്തതും ഒരേ സമയത്ത് സംഭവിക്കില്ല. സോ ദിസ് ഈസ് ഈക്വലൻ്റ് ടു false and negation P and negation Q. False or negation P and negation Q ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. because this one is nothing but false. By which theorem? We have the complement theorem. So negation P and P എന്ന് പറയുന്നതിൻ്റെ ഇത് false തന്നെയാണ്. സോ false ആയിരിക്കും ഇവിടെ വരുന്നത്. ഇനി false and any theorem, false and any statement, false or any statement, falseും പിന്നെ ഏത് സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ this will be equivalent to the statement itself by the identity law നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ദിസ് is nothing but negation P and negation Q. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾക്ക് ഇവിടേക്ക് എത്തിക്കാനായിട്ട് ഇതാണ് നമ്മൾക്ക് ചെയ്യേണ്ടത്. സോ വി ജസ്റ്റ് യൂസ് ദി ലോസ് ഓഫ് പ്രെഡിക്കേറ്റ് ലോജിക്. ഇവിടെ നമുക്ക് കോംപ്ലിമെൻറ്റ് ലോയും ഉണ്ട്, ഇവിടെ ഐഡൻറ്റിറ്റി ലോയും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പ്രെഡിക്കേറ്റ് ലോജിക്കിൻ്റെ തിയറി വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്നത്. ഇത് കൂടാതെ നമുക്ക് ഇതിപ്പോൾ പ്രെഡിക്കേറ്റ് ലോജിക്കിൻ്റെ ലോസ് ഉപയോഗിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മളിവിടെ എടുത്തത്. അല്ലാതെ നമുക്ക് ട്രൂത്ത് ടേബിൾ വെച്ചിട്ടും ഇതൊക്കെ ഈക്വലൻ്റ് ആണ് അല്ലെങ്കിൽ ടോട്ടോളജി ആണെന്നൊക്കെ പ്രൂവ് ചെയ്യാൻ സാധിക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഷോ ദാറ്റ് ദീസ് ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ദീസ് ഇംപ്ലിക്കേഷൻ ഈസ് എ ടോട്ടോളജി. നമ്മൾ സാധാരണ ടോട്ടോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാം ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ നമുക്കിവിടെ P ഉണ്ട്, Q ഉണ്ട്, നെഗേഷൻ P ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ P or Q ഉണ്ട്. നെക്സ്റ്റ് നെഗേഷൻ P ആൻഡ് P or Q എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്.
പിന്നെ നമുക്ക് ഇംപ്ലിക്കേഷൻ ഉണ്ട്. നെഗേഷൻ പി ആൻഡ് പി ഓർ ക്യൂ ഈസ് ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ടോട്ടോളജി ആണെന്ന് കാണിക്കാനായിട്ട്, ടോട്ടോളജി മീൻസ് എല്ലാം ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ എല്ലാം ട്രൂ ആണെന്നുള്ളത് കാണിക്കാൻ നമുക്ക് ഇവിടുത്തെ ഇംപ്ലിക്കേഷനിൽ എന്താണെന്ന് കിട്ടണം, എല്ലാം ട്രൂ ആണെന്ന് കിട്ടാം. സോ ഹൗ ക്യാൻ യു ഷോ ദാറ്റ് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ? പിക്ക് നമുക്ക് ട്രൂ ട്രൂ ഫോൾസ് ഫോൾസ്, നമ്മളെപ്പോഴും ട്രൂത്ത് ടേബിൾ വരയ്ക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. രണ്ടെണ്ണം ഉള്ളപ്പോൾ ട്രൂ ഫോൾസ് ഫോൾസ്, പിന്നെ ട്രൂ ഫോൾസ് എടുക്കും. മൂന്നെണ്ണം ഉണ്ടെങ്കിൽ എന്തായിരിക്കും, നമുക്ക് 8 ഓപ്ഷൻസ് ഉണ്ടാവും. ട്രൂ ഫോൾസ് ഫോൾസ് ട്രൂ ഫോൾസ് വരും. പിന്നെ ട്രൂ ഫോൾസ് അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെയാണ് നമ്മളെപ്പോഴും, അതായത് രണ്ടെണ്ണം ഓരോന്നും അപ്പുറത്തായിട്ട്, രണ്ടാമത്തെ പൊസിഷനിലായിട്ട്, പിന്നെ 4ാമത്തെ പൊസിഷനിലായിട്ട്, പിന്നെ 8ാമത്തെ പൊസിഷനിലായിട്ട്, അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ട്രൂ ഫോൾസിനെ എഴുതണേ. ആദ്യം ഒരു ട്രൂ ഫോൾസ്, പിന്നെ ഒരു ട്രൂ ഫോൾസ് എന്ന് പറഞ്ഞ് എഴുതും, പിന്നെ 2 ട്രൂ ഫോൾസുകൾ എഴുതും, പിന്നെ 4 ട്രൂ ഫോൾസുകൾ. അങ്ങനെയാണ് എപ്പോഴും നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ട്രൂ ടേബിൾ വരയ്ക്കുക. സോ ഇവിടെ നോക്കിയിട്ട് നെഗേഷൻ പി എന്തായിരിക്കും? നെഗേഷൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയുടെ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റാണ്. സോ ഫോൾസ് ട്രൂ ആണ് നെഗേഷൻ പി. Next we have P or Q. P or Q is true whenever any one of them is true. So that means first one is true, second one is true, third one is true, but the fourth one is false because both the statements are false. In all the other 3 cases, any one of the statement is true. So P or Q is true. Next, negation P ആൻഡ് പി ഓർ ക്യൂ. നെഗേഷൻ പി ആൻഡ് പി ഓർ ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആവുന്ന എപ്പോഴാണ്? രണ്ടും ട്രൂ ആവുമ്പോൾ മാത്രം. ബാക്കിയുള്ളതെല്ലാം എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. ഇനി നമുക്ക് എന്താ ഉള്ളത്? നെഗേഷൻ പി ആൻഡ് പി ഓർ ക്യൂ ഇംപ്ലൈസ് ക്യൂ. So this fifth column implies second column. Fifth column implies second column. അങ്ങനത്തെ ഇംപ്ലിക്കേഷൻ എപ്പോഴാണ് ഫോൾസ് ആവുന്നത്? വെൻ ട്രൂ ഇംപ്ലൈസ് ഫോൾസ്. അപ്പോൾ ട്രൂ ഇംപ്ലൈസ് ഫോൾസ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ ട്രൂ ഇംപ്ലൈസ് ഫോൾസ് ഇല്ല. ബാക്കിയെല്ലാം ഫോൾസ് ആണ്. ഫോൾസ് ഇംപ്ലൈസ് ട്രൂ ആണ്. സോ ബാക്കിയെല്ലാം ഇവിടെ ട്രൂ ആണ്. സോ ദിസ് ഈസ് എ ടോട്ടോളജി. ഇങ്ങനെ നമുക്ക് ട്രൂത്ത് ടേബിൾ വരച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാവുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെയും കഴിഞ്ഞിട്ട് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. വി ഹാവ് ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ദ ഗിവൺ ട്രൂത്ത് വാല്യൂ ഓഫ് പി ആൻഡ് ക്യൂ ആർ ട്രൂ ആൻഡ് ദോസ് ഓഫ് ആർ ആൻഡ് എസ് ആർ ഫോൾസ്. ഫൈൻഡ് ദ ട്രൂത്ത് വാല്യൂ ഓഫ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് തന്നേക്കുന്നത് 4 സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. പി, ക്യൂ, ആർ ആൻഡ് എസ്. പിയും ക്യൂവും എപ്പോഴും ട്രൂ ആണ്, ആറും എസ്സും എപ്പോഴും ഫോൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇവിടെ പിൻ്റെയും ക്യൂവിൻ്റെയും ആറിൻ്റെയും എസ്സിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റുകൾ, അതായത് ട്രൂത്ത് വാല്യൂസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ട്രൂത്ത് വാല്യൂസ്? പിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ട്രൂ ആണ്, ക്യൂവിൻ്റെയും എപ്പോഴും ട്രൂ ആണ്, ബട്ട് ആറിൻ്റെയും എസ്സിൻ്റെയും എപ്പോഴും ഫോൾസ് ആണ് തന്നേക്കുന്നത്. പിന്നെ എന്തൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്? പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ആർ ഉണ്ട് അല്ലേ? So that is the next option, that is P implies and implied by R, that is by conditional statement ആണ്. ഇനി അടുത്തത് എന്താ നമുക്കുള്ളത്? പിന്നെ നമുക്ക് വേണ്ടത് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് എസ് ഉണ്ട്. അപ്പം നമുക്ക് അതിന് മുമ്പ് നെഗേഷൻ ക്യൂ കണ്ടുപിടിക്കണം. പിന്നെ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് എസ് ഉണ്ട്, അത് കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകളുടെയും ഓർ ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേഷനാണ്. സോ ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് നമുക്ക് ഇവിടെ വളരെ വലുതായിട്ട് എഴുതാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഐ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിടാം, ഇതിനെ ജെ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിടാം. അതായത് പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബാർ ആറിനെ ഐ എന്നും നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് എസിനെ ജെ എന്നും എഴുതാൻ സാധിക്കും. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് ഐ ആൻഡ് ദിസ് ഇസ് നത്തിങ് ബട്ട് ജെ. സോ ഫൈനലി വി ഹാവ് ടു ഫൈൻഡ് ദ ട്രൂത്ത് വാല്യൂ ഓഫ് ഐ ഓർ ജെ. ഐ ആൻഡ് ജെ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം. നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഇതാണ്. പിൻ്റെയും ക്യൂവിൻ്റെയും ആറിൻ്റെയും എസിൻ്റെയും ട്രൂത്ത് വാല്യൂസ് തന്നിട്ടുണ്ട്. ഈ ഐ ആൻഡ് ജെ ഐ ആൻഡ് ജെയുടെ നമ്മൾക്ക് ട്രൂത്ത് വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം എന്താണ് നമുക്കുള്ളതെന്നുള്ളത്. പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ആർ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ദിസ് ഇസ് എ ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് ട്രൂ ആവുന്നത്? ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആവുന്നത് ഒന്നെങ്കിൽ രണ്ടും ട്രൂ ആവുമ്പോൾ അല്ലെങ്കിൽ രണ്ടും ഫോൾസ് ആവുമ്പോഴാണ്. ഇവിടെ നമുക്ക് പിയും ക്യൂവും ഒരെണ്ണം ട്രൂവും ഒരെണ്ണം ഫോൾസും ആണ്. സോ പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ആർ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഫോൾസ് ആയിരിക്കും ബൈ ദി ലോ ഓഫ് by conditional statement. Now what about negation Q? We have Q to be a true statement, so negation Q will be a false statement. Next column endana? Negation Q implies S. Negation Q implies S. False implies false. False implies false can always be true only because this is implication. Implication എപ്പോഴാണ് false ആവുന്നത്?
ട്രൂ ഇംപ്ലൈസ് ഫോൾസ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇംപ്ലിക്കേഷൻ ഫോൾസ് ആവുന്നത്. ഇവിടെ ഫോൾസ് ഇംപ്ലൈസ് ഫോൾസ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഫോൾസ് ഇംപ്ലൈസ് ഫോൾസ് എന്ന് പറയുന്നത് എപ്പോഴും ട്രൂ ആണ്. സോ ദിസ് വൺ ഈസ് ഓൾസോ ട്രൂ. നെക്സ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ഐ ആൻഡ് ജെ. ഐ ആൻഡ് ജെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഐ എന്ന് പറയുന്നത് പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ആറും ജെ എന്ന് പറയുന്നത് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് എസ്സും ആണ്. ഐ ആൻഡ് ജെയുടെ അപ്പോൾ വാല്യൂ എന്തായിരിക്കും? ഐ ആൻഡ് ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ഇംപ്ലൈസ് ഫോൾസ്. ഈസ് ഇറ്റ് ഓൾവേസ് ട്രൂ? നോ, ഇറ്റ് വിൽ ബി ഓൾവേസ് ഫോൾസ്. ബിക്കോസ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റിനെ ഇംപ്ലൈ ചെയ്യില്ല. ഒരു ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റിനെ ഇംപ്ലൈ ചെയ്യില്ല. സോ ദാറ്റ് മീൻസ് ഇവിടെ നമുക്കുള്ളത് ട്രൂവിനെ ഫോൾസിലേക്ക് ഇംപ്ലിക്കേഷനാണ്. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി എ false. So that means this statement, what we have the question, this question, the truth value is always false. ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അതായത് ഇത് ഈ തന്നേക്കുന്നത് ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദിസ് ഇസ് നോട്ട് എ ടോട്ടോളജി. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് എപ്പോഴും ഏതൊരു ക്വസ്റ്റ്യൻസിൻ്റെയും ഏതൊരു ലോജിക്കിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെയും നമുക്ക് ട്രൂത്ത് ടേബിൾ അല്ലെങ്കിൽ ട്രൂത്ത് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത് ഇങ്ങനെയാണ്. എപ്പോഴും ട്രൂത്ത് ടേബിളിന് കൂടുതൽ മുൻഗണന കൊടുക്കുക. കാരണം ട്രൂത്ത് ടേബിൾ വരയ്ക്കാനും എളുപ്പമാണ്, മനസ്സിലാക്കാനും എളുപ്പമാണ്, ചെയ്യാനും എളുപ്പമാണ്. അല്ലാതെ നമുക്ക് പ്രെഡിക്കേറ്റ് ലോജിക്കിൻ്റെ ലോസ് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഇക്വലൻസ് കണ്ടുപിടിക്കാൻ സാധിക്കും, ട്രൂത്ത് വാല്യൂസ് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടെണ്ണമൊക്കെ വെരിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്ത് നോക്കുക. വാല്യൂ ട്രൂത്ത് ടേബിളിൻ്റെ അതുപോലെ തന്നെ പ്രെഡിക്കേറ്റ് ലോജിക്കിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ മാത്രമേ ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ. ഇനിയും കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് ലോജിക്കിൻ്റെ ലോസൊക്കെ കുറച്ചും കൂടെ ഈസി ആവും അല്ലെങ്കിൽ തറവാകും. സോ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.